ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വത്സാട്ടിനോട് ചോദിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ വേടൻ കെട്ടിയാടുന്ന നാട്ടുദൈവമായ വേടൻ കെട്ടിയാടുന്ന ദിവസമാണ്. നാടിനും വീടിനും ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് വേടൻ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. അപ്പോൾ വത്സാട്ടിനോട് ഞാൻ പുറത്തുനിന്ന് ചോദിച്ച് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ പേര് റംഷി എന്ന് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ വത്സാട്ടൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. വത്സാട്ടാ, എനിക്ക് കയറാൻ പറ്റുമോ ഇതിനുള്ളിലേക്ക്? 100%. കാരണം അന്നപൂർണേശ്വരി ദേവി കാശിയിൽ നിന്നും പുറപ്പെടുമ്പോൾ ആ പായക്കപ്പൽ തുഴഞ്ഞു വന്നത് ചെറുകുന്ന് പള്ളിയിലെ ചേവനാണെന്നാണ്. കാരണം ആ കപ്പലുകൂടി എത്തിക്കാൻ അത്രക്കും ധൈര്യം കാണിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു വിശ്വസ്തൻ എന്നുള്ള രൂപത്തിൽ കാശിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് അന്നപൂർണേശ്വരി ദേവി ആ പായക്കപ്പലുമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ ആഴിതീരത്ത് വന്നു ചേർന്നു. ആഴിതീരത്ത് വന്നു ചേർന്നതിന് ശേഷം ഇവിടെ ചെർക്കൽ കോവിലം രാജാവ് പോയിട്ട് അമ്മയെ സ്വീകരിച്ച് ഇവിടെ വരികയും അപ്പോൾ പള്ളിച്ചേവന് താമസിക്കാനുള്ള സൗകര്യം വേണമെന്ന് അമ്മ അന്നേരത്തെ രാജാവോട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ചെറുകുന്ന് പള്ളി ചേവൻ അവിടെ കുടിയിരുത്തപ്പെട്ടത്. അതിൻ്റെ അടിരേഖ നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ചെറുകുന്ന് ഇത് ചെർക്കൽ കോവിലൻ രാജാവ് എഴുതി കൊടുത്ത ഒരു സ്ഥലമാണ് ഇന്ന് ചെറുകുന്ന് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പള്ളിച്ചേവനും അമ്മയും തമ്മിലുള്ള ബന്ധം അത്രക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അമ്മക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാനും അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ചേകവന് ഇവിടെ കാണാനും പറ്റാവുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ വിശേഷാൽ ദിവസങ്ങളിൽ പള്ളിയിൽ എന്തെങ്കിലും വിശേഷാൽ ദിവസങ്ങൾ നടക്കുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുകയും അതുമാതിരി ഇവിടെ ചെറുകുന്ന് അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പം പള്ളിയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ട് തരുന്നതുമായ ഒരുപാട് പഴക്കം ചെന്ന ഒരു ഓർമ്മകൾ ആൾക്കാർ പറഞ്ഞു നടന്ന ഒരു രീതി അതുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദു ഒരു ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. പക്ഷേ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിന്ദുക്കൾക്ക് അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഇതുണ്ട്. എൻ്റെ വ്യക്തമായ പേരെനിക്കറിയില്ല. ഒരു ചരട് മണിയടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു ഹിന്ദുക്കൾക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസരം അവിടെ നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നു പറഞ്ഞാൽ അത്രക്കും വളരെ നല്ലൊരു ബന്ധം മുസ്ലിംസുമായിട്ടും അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടും മതേതരത്വം അന്ന് തന്നെ അന്നപൂർണേശ്വരി ദേവി കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഏറ്റവും നന്നായിട്ട് വിശ്വസിക്കാൻ ആ കപ്പൽ ഇവിടെ എത്തിക്കാൻ വിശ്വസ്തനായ ഒരു മുസ്ലിം തന്നെ വേണമെന്ന് അമ്മ തീരുമാനിച്ചത് പോലും അതിൻ്റെ അർത്ഥത്തിലായിരിക്കും. അതിനു മുമ്പ് ഇവിടെ മറ്റ് ആൾക്കാരുണ്ടായിനോ അല്ലെ ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടായിനോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ അത്ര അഭേദ്യമായ ബന്ധമാണ്.